ഞങ്ങൾ പോണത് ഞങ്ങൾ എളാപ്പാടെ വീട്ടിലേക്കാണ്, അതായത് ഇവിടുത്തെ വാപ്പാടെ അനിയന്റെ വീട്ടിൽ. അപ്പത്തെ തറവാട് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എളാപ്പാന്റെ വീട്. ഇന്ന് ഞങ്ങൾക്ക് അവിടെ ഒരു പരിപാടി ഉണ്ട്, അവിടുത്തെ ഉമ്മാന്റെ ആണ്ട് മൗലൂദാണെന്ന്. അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് പോണത്. അപ്പത്തെ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ തറവാട്ട് വീട്ടിലേക്കാണ് പോണത്. പിന്നെ അവിടുന്ന് എല്ലാവരുടെയും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പാടെ കൂടിയിട്ടാണ് എളാപ്പാന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഉച്ചക്കാണ് അപ്പൊ അവിടെ മൗലൂദ് ഉണ്ടായിരുന്നത്. അപ്പൊ അമ്മ രാവിലെ തന്നെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുഞ്ഞോളും ഫസ്മിയും കുട്ടികളൊക്കെ പിന്നെ ഉച്ചക്കൊക്കെ ആ ടൈം ആയപ്പോഴേക്കാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് തറവാട് വീട്. തറവാട് വീട് പറഞ്ഞാൽ വാപ്പാൻ്റെയിട്ടും അങ്ങനെ എല്ലാവരുടെയും വലിയ തറവാട്. പിന്നെ അതാ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ദാഹമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഏതായാലും കലക്കിയതല്ലേ വിചാരിച്ച് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മൗലൂദൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ബിരിയാണി വെച്ചതല്ല, പാർസൽ കൊണ്ടുവന്നൊക്കെയായിരുന്നു. അങ്ങനെ അതിന് മാത്രം വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ കൂട്ടം കുടുംബം കൂടിയിട്ട് ചെറുതായിട്ട് ഒരു പരിപാടിയായിരുന്നു. ജീര മുട്ടായൊക്കെ പൊയിഞ്ഞ് വെച്ചിക്കതാണ്. വെറുതെ അല്ല ഞങ്ങൾക്കൊന്നും ജീര മുട്ടായി ഇല്ല. ശരി, എല്ലാരും ജീര മുട്ടായി പൊയിഞ്ഞ് ഹിറ്റാക്കി കളി. പിന്നെ അത് അവിടുത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ നേരെ തറവാട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെയായിരുന്നു നമ്മളെ ഇച്ചക്കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. പിന്നെ അത് ആബി പോയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കേക്കൊക്കെ കൊണ്ടുവന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്ക് മുറിച്ചപ്പോൾ ടൈം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു നിന്നായിരുന്നു. പിന്നെ മക്കളല്ലേ, എന്തെങ്കിലുമൊക്കെ ചെറിയ ആഗ്രഹം പറയുമ്പോൾ സാധിച്ചു. അങ്ങനെ പിന്നെ അവനക്ക് ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ആബി അങ്ങനെ ഒന്നും നോക്കില്ല, ഓൻ പോയി വാങ്ങിക്കൊണ്ടതായിരുന്നു ഈ ഒരു കേക്ക്. പിന്നെ ഓന്റെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആബി തന്നെ കേക്കൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് നമ്മൾ വാങ്ങിച്ച കേക്ക് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഒരു 1 kg കേക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പീസാക്കി മക്കൾക്കൊക്കെ കഥ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും പ്ലേറ്റും കൂടെ കുറെ നേരമായിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്ത് നിൽക്കൽ തുടങ്ങിയിട്ട്. കേക്ക് എടുക്കുമ്പോൾ ഓരോരുത്തർക്ക് പൂവും മതിയെന്ന് പറഞ്ഞിട്ട് കുത്തിരിക്കായിരുന്നു. പിന്നെ അതാ ഓരോ പീസ് എടുത്ത് ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. മക്കൾക്ക് ഇങ്ങനെ വയസ്സാകുമ്പോഴാണ് ഓരോന്ന് ആലോചിക്കുക, എത്ര പെട്ടെന്നാണ് ഓരോ വർഷം കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഞങ്ങൾ ആ രാത്രി തന്നെ അവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.